ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് വേരിയസ് ത്രെഡ്സ് ആണ് ഇ കൊമേഴ്സ് ആപ്ലിക്കേഷൻ പെർഫോം ചെയ്യുമ്പോൾ വരാവുന്ന സെക്യൂരിറ്റി ത്രെഡ്സും അതുപോലെ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് സെക്യൂരിറ്റി മെഷേഴ്സ് അവൈലബിൾ ആയിട്ടുള്ള സെക്യൂരിറ്റി മെഷേഴ്സുമാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻ്റർനെറ്റ് ഇ പേയ്മെൻറ്റൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എടുക്കേണ്ട കുറച്ച് പ്രിക്കോഷൻസ്, എന്തൊക്കെ പ്രിക്കോഷൻസ് എടുത്താൽ നമുക്ക് ഈ ത്രെറ്റിനെ അല്ലെങ്കിൽ വൈറസിനെ അതുമൂലം ഉണ്ടാകുന്ന പ്രോബ്ലംസിനെ ഓവർകം ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ഫസ്റ്റ് പ്രിക്കോഷൻ എന്ന് പറയുന്നത് ചെക്കിംഗ് സിസ്റ്റം സെക്യൂരിറ്റി. നമ്മളുടെ സിസ്റ്റം മീൻസ് കമ്പ്യൂട്ടർ, നമ്മളുടെ കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ആക്കുക എന്നുള്ളതാണ്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ക്യാൻ ബി ഡൺ ടു ഡിഫൈൻ ദ അറ്റാക്ക് ഫ്രം ഹാക്കേഴ്സ് ഈസ് ടു കണ്ടക്ട് ഡീറ്റെയിൽഡ് ചെക്കിംഗ് ഓഫ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി സിസ്റ്റം എക്സിസ്റ്റ് ഇൻ ദ ഓർഗനൈസേഷൻ. നമ്മുടെ സിസ്റ്റം ഒരു എക്സിസ്റ്റിംഗ് മോഡ് ആകുമ്പോൾ തന്നെ, അതായത് നമ്മൾ എല്ലാ ആപ്ലിക്കേഷൻസും ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സിസ്റ്റം പ്രോപ്പർ ചെക്കിങ്ങുകൾ, സിസ്റ്റം സെക്യൂരിറ്റി ചെക്കിങ്സുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ടാവണം. അപ്പോൾ അങ്ങനെ നമ്മൾ കൊടുക്കുമ്പം അതിന് ഏതെങ്കിലും സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തിട്ട് സെർട്ടൻ പ്രൊഫഷണൽസ് ഈ ഫീൽഡിലുള്ള അവരുടെ അങ്ങനെ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്ത് നമ്മുടെ സിസ്റ്റം പ്രോപ്പർ ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. അങ്ങനത്തെ സോഫ്റ്റ്വെയർസ് ഡെവലപ്പ് ചെയ്യുന്ന സെർട്ടൻ പ്രൊഫഷണൽസിനെ പറയുന്ന പേരാണ് എത്തിക്കൽ ഹാക്കേഴ്സ്. അപ്പോൾ ഈ എത്തിക്കൽ ഹാക്കേഴ്സ് ആക്ച്വലി നമ്മളുടെ സിസ്റ്റത്തിന് ഒന്ന് ടെസ്റ്റിംഗ് ചെയ്യുക. ഇങ്ങനെ ടെസ്റ്റിംഗ് നടത്തുമ്പോൾ അല്ലെങ്കിൽ എത്തിക്കൽ ഹാക്കിംഗ് പ്രോസസ്സിംഗ് നടത്തുമ്പം എന്തെങ്കിലും ഒരു ലൂപ്പ് ഹോള്, എന്തെങ്കിലും ഒരു വൈറസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഇമീഡിയറ്റ് സ്റ്റെപ്സ് ആർ ടേക്കൺ ടു അവോയ്ഡ് ഇറ്റ്. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഇമീഡിയറ്റ് സ്റ്റെപ്സ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് പ്രിക്കോഷൻ എന്ന് പറയുന്നത് നമ്മളുടെ സിസ്റ്റം സെക്യൂരിറ്റി ചെക്ക് ചെയ്യുക. ദെൻ രണ്ടാമത്തെ സെക്കൻഡ് പ്രിക്കോഷൻ എന്ന് പറയുന്നത് അക്വിസിഷൻ ഓഫ് സോഫ്റ്റ്വെയർ ഫ്രം റിലയബിൾ സോഴ്സസ്. നമ്മുടെ റിലയബിൾ സോഴ്സിൽ നിന്ന് സോഫ്റ്റ്വെയർസ് നമ്മൾ അക്വയർ ചെയ്യുക. ഗ്രേറ്റ് കെയർ ഷുഡ് ബി എക്സർസൈസ്ഡ് അറ്റ് ദ ടൈം ഓഫ് പ്രൊക്കറിങ് സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ് ഫോർ ദ യൂസ് ഓഫ് ഓർഗനൈസേഷൻ. നമ്മൾ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുമ്പം വേറൊരു സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ സോഫ്റ്റ്വെയർ കോപ്പി ചെയ്ത് നമ്മുടെ സിസ്റ്റത്തിലേക്ക് കോപ്പി ചെയ്യാതിരിക്കുക. കാരണം അങ്ങനെ കോപ്പി ചെയ്യുമ്പോൾ ആ സിസ്റ്റത്തിൽ എന്തെങ്കിലും വൈറസ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് റിലയബിൾ സോഴ്സസിൽ നിന്ന് മാത്രം നമ്മൾ സോഫ്റ്റ്വെയർസ് അക്വയർ ചെയ്യാം. ദെൻ തേർഡ് പ്രിക്കോഷനാണ് സ്റ്റോപ്പ് യൂസിങ് പൈറേറ്റഡ് സോഫ്റ്റ്വെയർ. പൈറേറ്റഡ് സോഫ്റ്റ്വെയർ മീൻസ് ഇല്ലീഗലായിട്ടുള്ള സോഫ്റ്റ്വെയർസ്. നമുക്കറിയാം, നമ്മൾ ചില സോഫ്റ്റ്വെയർസൊക്കെ അതിൻ്റെ കറക്റ്റ് വെർഷൻസ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് വാങ്ങേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ബൈ ചെയ്യേണ്ട സോഫ്റ്റ്വെയർസ് നമ്മൾ അങ്ങനെ തന്നെ ബൈ ചെയ്യുക. വേറെ ആരുടെയെങ്കിലും സോഫ്റ്റ്വെയർസ് കോപ്പി ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തൊക്കെ എടുക്കുമ്പം അത് ഇല്ലീഗലാണ്. അപ്പോൾ അതിൽ വരുന്ന വൈറസൊക്കെ നമ്മളുടെ സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ പൈറേറ്റഡ് സോഫ്റ്റ്വെയർസ്, ഇല്ലീഗലായിട്ടുള്ള സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യാതിരിക്കുക. നമ്മൾ എന്ത് ചെയ്യുക? എപ്പോഴും ഒറിജിനൽ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുക. ദെൻ ഫോർത്ത് എന്ന് പറയുന്നത് സ്റ്റോപ്പ് ഡൗൺലോഡിങ് എവരിത്തിങ്. എല്ലാം ഡൗൺലോഡ് ചെയ്യുന്ന ആ ഒരു ഹാബിറ്റ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. അതായത് നമുക്കറിയാം, ചില സൈറ്റുകളിലൊക്കെ കുറേ അഡ്വർടൈസ്മെൻറ്റുകൾ, അവരുടെ പ്രൊഡക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഓഫേഴ്സും അഡ്വർടൈസ്മെൻറ്റൊക്കെ വരും. കാരണം അത് അവരുടെ ബിസിനസ്സിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമുക്കതെല്ലാം ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളെല്ലാം കാണുന്നതെല്ലാം ഡൗൺലോഡ് ചെയ്യുന്ന ആ ഒരു ഹാബിറ്റ് സ്റ്റോപ്പ് ചെയ്യുക. കാരണം അങ്ങനെ വരുമ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ വരുന്ന വൈറസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മുടെ സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ നെക്സ്റ്റ് പ്രിക്കോഷൻ പ്രോപ്പർ അറ്റൻഷൻ ടു ദ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷൻ പ്രോഗ്രസ്. നമ്മളുടെ സിസ്റ്റത്തിൽ സോഫ്റ്റ്വെയർസ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പ്രോപ്പർ അറ്റൻഷൻ കൊടുത്ത് ചെയ്യുക. കാരണം നമ്മൾ എന്തെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഈ വൈറസൊക്കെ കയറി വരാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് നടത്തുമ്പോൾ പ്രോപ്പർ അറ്റൻഷനായിട്ട് നമ്മളുടെ ശ്രദ്ധയോട് കൂടി ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് ഹാൻഡിൽ ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് യൂസ് ആൻറ്റിവൈറസ് ആൻഡ് ആൻറ്റിമൽവെയർ സോഫ്റ്റ്വെയർ. നമ്മൾ ഏതെങ്കിലും ആൻറ്റിവൈറസോ അല്ലെങ്കിൽ ആൻറ്റിമൽവെയർ സോഫ്റ്റ്വെയർസോ യൂസ് ചെയ്യുക. കാരണം നമ്മുടെ സിസ്റ്റത്തിൽ വൈറസ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള, അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർസ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻറ്റിവൈറസ് പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് ഏതെങ്കിലും വൈറസ് ഡിറ്റക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അതിനെ ഡിറ്റക്റ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഫയൽസിനെ ഒന്നും അത് അഫക്റ്റ് ചെയ്യില്ല. ഓക്കെ. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് യൂസ് ഡിഫറെൻറ്റ് പാസ്വേഡ്സ് ഫോർ ഡിഫറെൻറ്റ് സൈറ്റ്. നമ്മൾ ഡിഫറെൻറ്റ് സൈറ്റ്സിൽ ഡിഫറെൻറ്റ് പാസ്വേഡ് യൂസ് ചെയ്യാം. കാരണം നമ്മളിപ്പോൾ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് എനിക്കുണ്ട്, ഒരു ജിമെയിൽ അക്കൗണ്ട് ഉണ്ട് എനിക്ക്, അതുപോലെ തന്നെ ഒരു ഇൻസ്റ്റഗ്രാം, എല്ലാ അക്കൗണ്ടുകളിലും ഞാൻ യൂസ് ചെയ്യുന്നത് സെയിം അക്കൗണ്ട് ID ആണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സിസ്റ്റത്തിൻ്റെ ഏതെങ്കിലും ഒരു മെയിൽ ID പാസ്വേഡ് അവർ ഹാക്ക് ചെയ്തു. ഇപ്പം ജിമെയിൽ ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഞാൻ യൂസ് ചെയ്യുന്ന ജിമെയിൽ ആണെങ്കിൽ എന്ത് പറ്റും? ഇതെല്ലാം ഹാക്കാവും. അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് സൈറ്റുകളിൽ ഡിഫറെൻറ്റ് പാസ്വേഡ് യൂസ് ചെയ്യുക.
അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരെണ്ണം സൈറ്റ് പോയാൽ തന്നെ അത് മാത്രമേ പോയെന്ന് തോന്നുള്ളൂ, അത് മാത്രമേ ഹാക്കായെന്ന് ഉള്ള ഫീലിംഗ് വരുള്ളൂ, അത് മാത്രമേ ഹാക്ക് ആവുള്ളൂ. നമ്മുടെ ബാക്കിയുള്ള സൈറ്റുകളുടെ ഡേറ്റയെങ്കിലും കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓൾവേസ് യൂസ് 2 സ്റ്റെപ്പ് ഓതൻറ്റിക്കേഷൻ. നമുക്കറിയാം നമ്മുടെ വാട്സപ്പൊക്കെ ഇപ്പോൾ എല്ലാവരും വാട്സപ്പ് യൂസ് ചെയ്യുന്നവരാണ്. വാട്സപ്പിൽ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ ആ 2 സ്റ്റെപ്പ് ഓതൻറ്റിക്കേഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താ, നമ്മളുടെ ഡാറ്റ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ വെറുതെ നമ്മളുടെ വാട്സപ്പ് ഹാക്ക് ചെയ്യാനായിട്ട് ഇപ്പോൾ ആരെങ്കിലും ഒരു OTP ഒക്കെ ചോദിക്കുമ്പോൾ നമ്മളത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ OTP കിട്ടുന്ന ആൾക്ക് നമ്മളുടെ വാട്സപ്പ് ഹാക്ക് ചെയ്യാൻ എളുപ്പമാണ്. കാരണം സെയിം നമ്പർ ഫോൺ നമ്പർ എല്ലാവർക്കും അറിയാം. ഈ ഫോൺ നമ്പർ വെച്ച് രജിസ്റ്റർ ചെയ്യാൻ നോക്കുമ്പോൾ ചിലപ്പോൾ ആ OTP ചോദിക്കും. OTP നമ്മളോട് വെറുതെ ഒരാൾ ഇപ്പോൾ വന്നിരിക്കുന്ന OTP പറഞ്ഞു തരൂ എന്നൊക്കെ പറഞ്ഞ് ബാങ്കിൽ നിന്നാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ട്രസ്റ്റഡ് ഒരു സൈറ്റ് പറഞ്ഞിട്ട് അവിടെ നിന്നാണ് വിളിക്കുന്നത്, വന്നിരിക്കുന്ന OTP പറയൂ എന്നൊക്കെ പറഞ്ഞ് നമ്മളത് പറഞ്ഞു കൊടുത്താൽ നമ്മുടെ വാട്സപ്പ് ഹാക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മളൊരു 2 സ്റ്റെപ്പ് ഓതൻറ്റിക്കേഷൻ ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ രജിസ്റ്ററിങ് മാത്രമല്ല, നമ്മൾ വേറൊരു പാസ്വേഡും കൂടെ ടൈപ്പ് ചെയ്യുകയാണ്. അപ്പോൾ പാസ്വേഡ് ടൈപ്പ് ചെയ്യുമ്പോൾ ആ പാസ്വേഡ് നമുക്ക് മാത്രമേ അറിയുള്ളൂ. സോ OTP കിട്ടിയാൽ പോലും ആർക്കും നമ്മളുടെ വാട്സപ്പ് ഹാക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. ഇപ്പോൾ വാട്സപ്പിൻ്റെ കേസ് മാത്രമല്ല, ഏതായാലും നമ്മൾ ഏത് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുമ്പോഴും കറസ്പോണ്ടിങ് അതിൻ്റെ പ്രൊട്ടക്റ്റ് ചെയ്യുക. 2 സ്റ്റെപ്പ് ഓതൻറ്റിക്കേഷൻ എന്നുള്ള ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുക. അത് നമുക്ക് അങ്ങനെ ഒരു അക്കൗണ്ട് നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ നമ്മളോട് രജിസ്റ്റേർഡ് ഫോൺ നമ്പറിൽ നിന്ന് OTP ചോദിക്കും. ആ OTP ഡീറ്റെയിൽസ്, ആ പർട്ടിക്കുലർ OTP നമ്പർ ടൈപ്പ് ചെയ്താൽ മാത്രമാണ് അവർക്കത് ആക്സസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ദ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് യൂസ് വിർച്വൽ കീബോർഡ് ഫോർ ഓൺലൈൻ ബാങ്കിങ്. നമ്മൾ ഓൺലൈൻ ബാങ്കിങ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ATMലൊക്കെ ചെല്ലുമ്പോൾ നമുക്കറിയാം ഒരു വിർച്വൽ കീബോർഡ് അവിടെ അപ്പിയർ ആയിട്ടുണ്ടാവും. പക്ഷേ നമ്മളെല്ലാവരും ആ സിസ്റ്റത്തിലുള്ള കീബോർഡ് തന്നെയാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ നമ്മൾ ആ സിസ്റ്റത്തിലെ കീബോർഡ് യൂസ് ചെയ്യാണ്ട് ആ സൈറ്റിൽ വരുന്ന വിർച്വൽ കീബോർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹാക്കിങ്ങിൻ്റെ ചാൻസ് വളരെ കുറവായിരിക്കും. അപ്പോൾ വിർച്വൽ കീബോർഡ് എപ്പോഴും ലോഗിൻ ഇൻഫർമേഷനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വൈറസ് PC-നെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് വരില്ല. അപ്പോൾ നമ്മളെപ്പോഴും ഓർഡിനറി കീബോർഡ് യൂസ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യുക, വിർച്വൽ കീബോർഡ് യൂസ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡു സേഫ്ലി ഓൺലൈൻ പേയ്മെൻറ്റ്. ഓൺലൈൻ പേയ്മെൻറ്റ് നടത്തുമ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം എമൗണ്ട് ഓഫ് മണി ട്രാൻസാക്ഷൻസ് ആണ് ഓൺലൈൻ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് മോസ്റ്റ് റിസ്കി ആക്ടിവിറ്റിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ടേക്ക് കെയർ ചെയ്യേണ്ട കാര്യമാണ്. ഓൺലി പേയ്മെൻറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് റിസ്കി ആക്ടിവിറ്റീസ് ഓൺ ദ വെബ് ബിക്കോസ് ഇറ്റ് ഇൻക്ലൂഡ് ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ് ഡീറ്റെയിൽസ് ടു ബി ഇൻപുട്ടഡ് ഇൻ ടു ദ വേൾഡ് വൈഡ് വെബ്. അപ്പോൾ നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് നടത്തണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കാർഡ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം നമ്മൾ എന്തെങ്കിലും കാരണം കൊണ്ട് ഓൺലൈൻ പേയ്മെൻറ്റിൽ കംഫർട്ടബിൾ അല്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു പ്രോസസ്സിങ് ചെയ്യാതിരിക്കുക. എപ്പോഴും സേഫായിട്ട് മാത്രം ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യുക. കാരണം നമുക്കറിയാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രോഡ്സൊക്കെ ഇപ്പോൾ ഉണ്ട്. അതുപോലെ വൈറസസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. സോ നമ്മുടെ എമൗണ്ട് ഓഫ് മണി ട്രാൻസാക്ഷൻ പോകാനുള്ള ചാൻസും ഉണ്ട്, മണി പോകാനുള്ള ചാൻസും ഉണ്ട്. സോ നമ്മളെപ്പോഴും അത് കെയർ ചെയ്തിട്ട് വേണം ഓൺലൈൻ പേയ്മെൻറ്റ്സ് ചെയ്യാനായിട്ട്. ഫോളോയിങ് പ്രാക്ടീസസ് ക്യാൻ ബി അഡോപ്റ്റഡ് ഫോർ ഗെറ്റിംഗ് മാക്സിമം പേയ്മെൻറ്റ് സെക്യൂരിറ്റി. നമ്മുടെ പേയ്മെൻറ്റ് സെക്യൂരിറ്റി വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഓൾവേസ് യൂസ് ആൻ ഇൻകോഗ്നിറ്റോ മോഡ് ഓഫ് എ ബ്രൗസർ ടു ഡു ഓൾ കൈൻഡ് ഓഫ് പേയ്മെൻറ്റ്സ്. ആസ് ഇൻകോഗ്നിറ്റോ മോഡ് ഡസൻ ഹോൾഡ് എനി ക്യാഷ് ഓർ കുക്കി, വി ആർ ഔട്ട് ഓഫ് ദ റിസ്ക് ഓഫ് സേവിങ് കാർഡ് ഡീറ്റെയിൽസ് ഇൻ ദ ബ്രൗസർ. എന്തെങ്കിലും നമ്മളിപ്പോൾ ചില സൈറ്റുകൾ ഓപ്പൺ ആകുമ്പോൾ അവർ ചോദിക്കും ഇത് ഡിഫോൾട്ടായിട്ട് സേവ് ചെയ്ത് വെക്കട്ടെ, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും നെവർന്ന് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ടൈപ്പ് ചെയ്യരുത്. കാരണം നമ്മളുടെ പാസ്വേഡ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്, നമ്മളത് മറന്നു പോകേണ്ട ആവശ്യമില്ല, നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അത് നമ്മൾ സേവ് ചെയ്ത് വെക്കേണ്ട കാര്യം വരുന്നില്ല. അപ്പോൾ കുക്കീസിലൊക്കെ നമ്മൾ അങ്ങനെ സേവ് ചെയ്യുമ്പോൾ അതൊരു വേറൊരു മോഡിൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ആ കുക്കീസ് ആ സൈറ്റ് യൂസ് ചെയ്യുന്ന വേറൊരാൾക്ക് ഈസി ആയിട്ട് ആ പാസ്വേഡ് കിട്ടും. സോ നമ്മളെപ്പോഴും റൺ ചെയ്യുന്നത് ഇൻകോഗ്നിറ്റോ മോഡ് എന്നാണ് പറയുക. അതായത് വേറെ ഒന്നും സേവ് ചെയ്ത് വെക്കാതെ, വേറെ ഒന്നും ഓപ്പൺ ആക്കാതെ നമ്മളുടെ ബ്രൗസറിൻ്റെ ക്യാഷ് അല്ലെങ്കിൽ കുക്കീസും മുമ്പ് ഹിസ്റ്ററി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട്. ദെൻ നമുക്ക് ശ്രദ്ധിക്കാവുന്നൊരു പോയിൻ്റാണ് ഓൾവേസ് യൂസ് ചിപ്പ് ബേസ്ഡ് ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ്. ചിപ്പ് ബേസ്ഡ് ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡാണ് എപ്പോഴും യൂസ് ചെയ്യേണ്ടത്. These type cards are almost impossible to fork and hack as every chip is unique and can be manufactured only once. ചിപ്പ് കാർഡ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് ഹാക്ക് ചെയ്യാനായിട്ടുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം ചിപ്പ് എന്ന് പറയുന്നത് യൂണിക്കാണ്, മാനുഫാക്ചർ ചെയ്യുന്ന ഒരു പ്രാവശ്യം ഒരാൾക്ക് മാനുഫാക്ചർ ചെയ്യാൻ പറ്റുള്ളൂ. സോ അത് ഹാക്ക് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. ദ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് യൂസ് വിർച്വൽ കീബോർഡ് ടു എൻ്റർ കാർഡ് ഡീറ്റെയിൽസ് ഓൺ ദ വെബ്സൈറ്റ്. വെബ്സൈറ്റിൽ നമ്മൾ എന്തെങ്കിലും വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുമ്പോൾ കാർഡ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുന്നത് വിർച്വൽ കീബോർഡ് യൂസ് ചെയ്ത്, നമ്മൾ സിസ്റ്റത്തിലെ കീബോർഡ് യൂസ് ചെയ്യരുത്. നോർമൽ കീബോർഡ് അല്ല യൂസ് ചെയ്യേണ്ടത്, ഓർഡിനറി കീബോർഡ് യൂസ് ചെയ്യാതെ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് വി ആർ യൂസിങ് വിർച്വൽ കീബോർഡ്. ദെൻ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇഫ് യൂസേഴ്സ് ആർ ടു കൺസേൺ അബൌട്ട് ദെയർ സൈബർ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി
ഇറ്റ് ഈസ് ബെറ്റർ ടു പർച്ചേസ് എ VPN സർവീസ് ടു യൂസ് ദി ഇൻ്റർനെറ്റ് സർവീസ് സെക്യൂർലി ആൻഡ് അനോണിമസ്ലി. ഇനി നമുക്ക് ഒരുപാട് കൺസേൺ ഉണ്ട്, നമ്മുടെ സൈബർ സെക്യൂരിറ്റി പ്രൈവസി നമുക്ക് അതുപോലെ തന്നെ കീപ്പ് ചെയ്യണം, ഒരിക്കലും ഹാക്ക് ചെയ്യരുത് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു VPN സർവീസ്, വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന സർവീസ് നമുക്ക് സ്വന്തമായിട്ട് പർച്ചേസ് ചെയ്തിട്ട് അതിലൂടെ മാത്രം നമുക്ക് ഇൻ്റർനെറ്റ് സർവീസസ് യൂസ് ചെയ്യാം. അപ്പോൾ അതൊരു പേയ്മെൻറ്റ് വേണ്ടി വരും, അതിനൊരു പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു എമൗണ്ട് ഓഫ് മണി നമുക്ക് കൊടുക്കേണ്ടി വരും. അങ്ങനെ വേണമെങ്കിൽ പർച്ചേസ് ചെയ്തിട്ടും നമുക്ക് നമ്മളുടെ ഡാറ്റാസിനെ സെക്യൂർ ചെയ്യാം. ദെൻ നെക്സ്റ്റ് പ്രിക്കോഷനാണ് യൂസ് സം കോമൺ സെൻസ്. നമ്മൾ കുറച്ച് കോമൺ സെൻസ് യൂസ് ചെയ്യാന്ന് പറയില്ലേ, എല്ലാ കാര്യത്തിലും നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ് കേട്ടോ, ഓൺലൈൻ പേയ്മെൻറ്റിൽ മാത്രമല്ല എല്ലാ കാര്യത്തിലും കോമൺ സെൻസ് യൂസ് ചെയ്യണം. സോ ഇറ്റ് ഈസ് ഓൾസോ എസെൻഷ്യൽ ടു ഷോ സം കോമൺ സെൻസ് ടു എൻഷുർ അബൌട്ട് സൈബർ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി. നമ്മളിപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊരു അവയർനെസ് നമുക്ക് വേണം. കാരണം പേപ്പറിലൂടെ ആയാലും അല്ലെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയസിലൂടെ ആയാലും ന്യൂസിലൂടെയൊക്കെ നമുക്ക് കുറേ ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ട്. പണ്ടത്തെ പോലെയല്ല, നമുക്ക് എല്ലാ മീഡിയാസും ഇപ്പോൾ എല്ലാം ഓൺലൈൻ ആയതുകൊണ്ട് നമുക്കെല്ലാം നമ്മുടെ ഫോണിൽ വെറുതെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഇന്നത്തെ ന്യൂസ് എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാം. അപ്പോൾ നമ്മൾ എല്ലാത്തിനെ കുറിച്ചൊരു അവയർനെസ് നമുക്ക് വേണം. ഫോളോയിങ് ആർ സം റൂൾസ് ഓഫ് തംസ് അബൌട്ട് ഓൺലൈൻ ആൻഡ് ബാങ്കിങ് സെക്യൂരിറ്റി. കുറച്ച് കാര്യങ്ങൾ നമ്മൾ ബാങ്കിങ് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യണം. ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ നെവർ എവർ ഷെയർ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷൻ ലൈക്ക് CVV കോഡ്, ATM പിൻ നമ്പർ, 3D സെക്യൂർ പിൻ, എക്സ്പയറി ഡേറ്റ്, നെയിം പ്രിൻറ്റഡ് ഓൺ കാർഡ് വിത്ത് എനിവൺ. ആരുമായിട്ടും നമ്മളുടെ ഡെബിറ്റ് കാർഡോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസോ ഷെയർ ചെയ്യരുത്. അതുപോലെ തന്നെ ATMൻ്റെ പിൻ നമ്പർ സേവ് ചെയ്യരുത്, നമ്മൾ ഒരിക്കലും സേവ് ചെയ്ത് വെക്കരുതെന്ന് പറയും. കാരണം എങ്ങാനും മൊബൈലൊക്കെ ഹാക്കായാൽ നമ്മൾ ആ നമ്പർ സേവ് ചെയ്ത് വെക്കരുത്. കാരണം സേവ് ചെയ്ത് വെച്ചാൽ അവർക്ക് അത് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ എക്സ്പയറി ഡേറ്റ്, നെയിം, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്, ആരുമായിട്ടും ഷെയർ ചെയ്യരുത്. ഡോണ്ട് സേവ് ഇൻഫർമേഷൻ ലൈക്ക് കാർഡ് നമ്പർ, CVV കോഡ്, ATM പിൻ നമ്പർ. നമ്മൾ പറഞ്ഞതാണ്, ഈ കാര്യങ്ങളൊന്നും നമ്മളുടെ ഫോണിലോ ലാപ്ടോപ്പിലോ ഒന്നും സേവ് ചെയ്ത് വെക്കരുത്. ഡോണ്ട് ഷെയർ ബാങ്കിങ് ഓർ കാർഡ് ഇൻഫർമേഷൻ ഓവർ ടെലിഫോൺ ഓർ ഇമെയിൽ ടു എനിവൺ എക്സെപ്റ്റ് ദ ബാങ്ക് അക്കൗണ്ട് നമ്പർ ആൻഡ് ബ്രാഞ്ച് ഡീറ്റെയിൽസ്. ബാങ്ക് അക്കൗണ്ട് നമ്പർ അല്ലെങ്കിൽ ബ്രാഞ്ച് ഡീറ്റെയിൽസ് പറയുന്ന പോലെയല്ല, ബാക്കി കാർഡ് ഇൻഫർമേഷൻസ് ഒരു ബാങ്കുകാരും ചോദിക്കില്ല. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരും നമ്മളുടെ. അപ്പോൾ നിങ്ങൾക്കൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് എപ്പോഴും മെസ്സേജ് വന്നുകൊണ്ടിരിക്കും. ബാങ്ക് ഒരിക്കലും ഒരാളുടെയും പേഴ്സണൽ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ OTP നമ്പറോ ചോദിച്ചിട്ട് ഫോൺ വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഫ്രോഡാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. ഓൾവേസ് ഡു ഓൺലൈൻ ട്രാൻസാക്ഷൻ ഓർ പർച്ചേസ് ഫ്രം എ സൈറ്റ് വിച്ച് ഹാസ് HTTPs എനേബിൾഡ് ഓർ SSL എനേബിൾഡ്. നമ്മൾ യൂസ് ചെയ്യേണ്ട വെബ്സൈറ്റുകൾ, അതായത് ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യുന്ന വെബ്സൈറ്റുകളിൽ HTTPs ആണോ അല്ലെങ്കിൽ SSL എനേബിൾഡ് ആണോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്തിട്ട് എൻഷുർ ചെയ്തിട്ട് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ സെക്യൂരിറ്റി നമുക്ക് കിട്ടും. ദെൻ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ടെസ്റ്റിംഗ് ന്യൂ ആപ്ലിക്കേഷൻ ഇൻ സിംഗിൾ കമ്പ്യൂട്ടർ. ഒരു സിംഗിൾ കമ്പ്യൂട്ടറിൽ ന്യൂ ആപ്ലിക്കേഷൻസ് നമ്മൾ ടെസ്റ്റ് ചെയ്യുക. Before installing new application to the network system, it can be tested by running it in a standalone computer so that hazards occur due to the presence of any computer virus can be minimized and confined to a single system. ഇപ്പോൾ നമ്മൾ ഒരു പുതിയ ആപ്ലിക്കേഷൻ ഒരു സിസ്റ്റത്തിലേക്ക് കൊടുക്കുമ്പോൾ ആദ്യമേ നെറ്റ്വർക്കിലുള്ള സിസ്റ്റത്തിൽ കണക്ട് ചെയ്യാതെ ഒരു സിംഗിൾ ആയിട്ടുള്ള കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്ത് ആപ്ലിക്കേഷൻസ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. If softwares is found all right, it can be put to general use by installing in the network. ആ സോഫ്റ്റ്വെയർസൊക്കെ വർക്ക് ചെയ്യുന്നത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് നമ്മൾ എൻഷുർ ചെയ്തതിന് ശേഷം മാത്രം ഇൻസ്റ്റാൾ ചെയ്യുക. എവിടേക്ക്? നമ്മളുടെ നെറ്റ്വർക്കിലേക്ക്. ഓക്കെ, ദെൻ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രിക്കോഷൻസ് ആയിട്ട് എന്തെങ്കിലും സെക്യൂരിറ്റി ത്രെറ്റ്സ് വരുവാണെങ്കിൽ നമ്മൾ എടുക്കേണ്ട പ്രിക്കോഷൻസ് ആയിട്ട് വരുന്നത്. കൊമേഴ്സ് ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഓൺലൈൻ ബിസിനസ് പേയ്മെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രിക്കോഷൻസ് ഈ ഒരു 12 പോയിൻറ്റ്സ് ആണ്. ഓക്കെ, ഇനി നമ്മളുടെ ഈ CAB കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ബിസിനസ്സിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്. 5th മൊഡ്യൂളിലെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്കാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ IT ബേസ്ഡ് കാര്യങ്ങളാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജി അതിൽ നമ്മൾ അങ്ങനെ IT റിലേറ്റഡ് കാര്യങ്ങൾ ചെയ്യുമ്പം അതിൻ്റെ കുറച്ച് നിയമങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ ആക്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ആക്ട് ശരിക്കും ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് എന്ന് പറയുന്ന 2000 ലീഗലി നമുക്ക് അങ്ങനെ ഒരു ആക്ട് നിലവിൽ വന്നത്. അത് ശരിക്കും അമെൻമെൻറ്റ് ആക്ട്, ഇൻഫർമേഷൻ ടെക്നോളജി അമെൻമെൻറ്റ് ആക്ട് 2018 വന്നിട്ടുണ്ട്, 2009 വന്നിട്ടുണ്ട്. കുറച്ച് പനിഷ്മെൻറ്റുകൾ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഇൻഫർമേഷൻ ആക്റ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിൻ്റെ സെക്ഷൻസ് വെച്ചിട്ട് നിങ്ങൾ ഏതൊക്കെയാണോ ഇമേജസ് അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, കമ്പൻസേഷൻ അപ് ടു ₹5 crores can be given to affected person if damage is done to the computer system of computer network by the introduction of virus, denial of services, etc. അപ്പോൾ അത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് സൈബർ ക്രൈംസുകൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള
അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കുറച്ച് സൈബർ ക്രൈംസും അതിൻ്റെ കറസ്പോണ്ടിങ് S65 മീൻസ് സെക്ഷൻസ്, ഏതൊക്കെ സെക്ഷൻസിൽ ഏതൊക്കെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അത് നമ്മൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ടി വരും. കാരണം നമുക്ക് നിയമങ്ങളാണ്, നമുക്ക് മാറ്റി എഴുതാൻ പറ്റില്ല. ഓൾറെഡി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന കുറച്ച് നിയമങ്ങൾ, ലോസാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ ആക്ട്സുകളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. അതിൻ്റെ സെക്ഷൻ നമ്പർ വെച്ചിട്ടൊക്കെ ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ജനറലി നമുക്ക് ചോദിക്കാറുണ്ട്, എന്താണ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് എന്താണ്, എക്സ്പ്ലെയിൻ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് എന്ന് ചോദിക്കുക. അപ്പോൾ നമ്മളിത് പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല, നമുക്ക് എന്താ പറയുക, ഒരു അവയർനെസ് കിട്ടാൻ വേണ്ടിയിട്ട് പഠിക്കുന്നത് നല്ലതാണ്. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് സെക്ഷൻ 65 to 74. ദ ആക്ട് സ്പെസിഫിക്കലി ഡീൽ വിത്ത് സർട്ടൈൻ ഒഫൻസസ് വിച്ച് ക്യാൻ ബി കോൾഡ് സൈബർ ക്രൈംസ്. നമ്മൾ സൈബർ ക്രൈംസ് എന്ന് പറയുന്നത് 65 തൊട്ട് 74 വരെയുള്ള കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള ഒഫൻസസ്, ക്രൈംസ്, അതൊക്കെയാണ് 65 to 74 വരുന്നത്. ഇത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിനെയാണ് നമ്മൾ നോർമലി എന്ത് പറയുന്നത്, സൈബർ ക്രൈംസ് എന്ന് പറയുക. ഫസ്റ്റ് സൈബർ ക്രൈം എന്ന് പറയുന്നത് ടാമ്പറിംഗ് വിത്ത് എനി കമ്പ്യൂട്ടർ സോഴ്സ് കോഡ് യൂസ്ഡ് ഫോർ എ കമ്പ്യൂട്ടർ പ്രോഗ്രാംസ്, കമ്പ്യൂട്ടർ സിസ്റ്റം ഓർ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഈസ് പനിഷബിൾ വിത്ത് ഇംപ്രിസൺമെൻറ്റ് അപ് ടു 3 years ഓർ വിത്ത് ഫൈൻ വിച്ച് മേ എക്സ്റ്റെൻഡ് അപ് ടു 2 lakh rupees ഓർ വിത്ത് ബോത്ത്. നമ്മൾ ഒരു കമ്പ്യൂട്ടർ സോഴ്സ് കോഡ്, ഒരാൾ യൂസ് ചെയ്ത സോഴ്സ് കോഡ് ഒരാൾ ടാമ്പറിങ് ചെയ്തു, അതായത് സ്റ്റീൽ ചെയ്തു, മോഷ്ടിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് ആവാം, കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലുള്ള ഒരു സിസ്റ്റം ആവാം, അത് പനിഷബിളാണ്. എത്ര വർഷത്തേക്ക്? 3 years നമ്മൾ ഇംപ്രിസൺമെൻറ്റ്, ജയിലിൽ കിടക്കേണ്ട ഒരു ഒഫൻസാണ്, അതിനുള്ള വകുപ്പുള്ള ഒരു കാര്യമാണ്. അല്ലെങ്കിൽ നമ്മൾ ഫൈൻ അടയ്ക്കേണ്ടി വരും 2 lakh rupees, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ കമ്പ്യൂട്ടർ സോഴ്സ് കോഡ് മീൻസ് ലിസ്റ്റിംഗ് ഓഫ് പ്രോഗ്രാംസ് ആവാം, കമ്പ്യൂട്ടർ കമാൻഡ്സ് ആവാം, ഡിസൈൻ ആൻഡ് ലേഔട്ട് ആൻഡ് പ്രോഗ്രാം അനാലിസിസ് ഓഫ് കമ്പ്യൂട്ടർ റിസോഴ്സ് ഇൻ എനി ഫോം. അതാണ് സെക്ഷൻ 65 പറയുന്നത്. സെക്ഷൻ 65 പറയുന്നത് ടാമ്പറിംഗ് വിത്ത് കമ്പ്യൂട്ടർ പ്രോഗ്രാം. സോഴ്സ് കോഡ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൽ നമ്മൾ എഴുതിയിരിക്കുന്ന ഒരാളുടെ പ്രോഗ്രാം നമ്മളെടുത്ത് കോപ്പി ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ അത് മറ്റൊരാൾക്ക് കൊടുക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ 3 years ഇംപ്രിസൺമെൻറ്റ് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് 2 lakhs ഫൈൻ അടയ്ക്കേണ്ടി വരും, അല്ലെങ്കിൽ ബോത്ത് ഓഫ് ദിസ് ചെയ്യേണ്ടതായിട്ട് വരും. അത് സെക്ഷൻ 65. ദെൻ സെക്കൻഡ് സൈബർ ക്രൈം എന്ന് പറയുന്നത് ഹാക്കിംഗ് വിത്ത് കമ്പ്യൂട്ടർ സിസ്റ്റം ഈസ് ടു ബി പനിഷ്ഡ് വിത്ത് ഇംപ്രിസൺമെൻറ്റ് അപ് ടു 3 years ഓർ വിത്ത് ഫൈൻ എക്സ്റ്റെൻഡഡ് അപ് ടു 5 lakh rupees ഓർ വിത്ത് ബോത്ത്. കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്, ഒരാളുടെ കമ്പ്യൂട്ടർ നമ്മൾ ഹാക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താ, അയാളുടെ ഡീറ്റെയിൽസ്, നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസ് ആവാം, കാർഡ് ഡീറ്റെയിൽസ് ആവാം, എന്തെങ്കിലും നമ്മൾ മോഷ്ടിച്ചു, ഹാക്ക് ചെയ്തു, അത് 3 years അല്ലെങ്കിൽ ഫൈൻ വരാം. എത്ര എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്, 5 lakh rupees വരെ നമുക്ക് ഫൈൻ അടയ്ക്കേണ്ടതായിട്ട് വരും. അത് S16 സെക്ഷൻ 66. ദെൻ സെക്ഷൻ 66A ഉണ്ട്. സെൻഡിങ് ഒഫെൻസീവ് ഓഫ് ഫോൾസ് ഇൻഫർമേഷൻ ത്രൂ കമ്പ്യൂട്ടർ ഓർ എ കമ്മ്യൂണിക്കേറ്റീവ് ഡിവൈസ് ഈസ് പനിഷബിൾ വിത്ത് ഇംപ്രിസൺമെൻറ്റ് അപ് ടു 5 lakh rupees ഓർ വിത്ത് ഫൈൻ. നമ്മൾ സെൻഡ് ചെയ്യാണ് ഒരു ഫോൾസ് ഇൻഫർമേഷൻ കമ്പ്യൂട്ടർ ത്രൂ, നമ്മൾ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്മ്യൂണിക്കേറ്റീവ് ഡിവൈസ് യൂസ് ചെയ്തിട്ട് ഫോൾസ് ഇൻഫർമേഷൻ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ജയിലിൽ കിടക്കേണ്ടി വരും, അല്ലെങ്കിൽ 5 lakhs കൊടുക്കേണ്ടി വരും, ഫൈനായിട്ട് പേ ചെയ്യേണ്ടി വരും. S66A ആണ് സെക്ഷൻ 66A. ദെൻ സെക്ഷൻ 66B-C-D ഏതൊക്കെയാണെന്ന് നോക്കാം. റിസീവിംഗ് ഓർ ഒബ്റ്റെയിനിങ് സ്റ്റോളൻ കമ്പ്യൂട്ടർ റിസോഴ്സസ് ഓർ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ഈസ് ആൻ ഒഫൻസ് പനിഷ്മെൻറ്റ് വിത്ത് 3 years ഓർ ഫൈൻ അപ് ടു 1 lakh ഓർ വിത്ത് ബോ. നമ്മൾ ഒറ്റൊരാൾ മോഷ്ടിച്ച റിസോഴ്സസോ കമ്മ്യൂണിക്കേഷൻ ഡിവൈസോ റിസീവ് ചെയ്യുന്നു, നമുക്ക് വേറൊരാൾ കൊണ്ടുതരാണ്, അയാൾ നമുക്ക് മോഷ്ടിച്ചതാണ് തന്നിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, 3 years ഒന്നെങ്കിൽ ഇംപ്രിസൺമെൻറ്റ് കിടക്കും, അല്ലെങ്കിൽ 1 lakh പേ ചെയ്യേണ്ടി വരും. 66B. The same punishment is prescribed for fraudulent use of electronic signature, password, etc. of any other person. That is 66C. പാസ്വേഡ് നമ്മൾ അതുപോലെ സ്റ്റീൽ ചെയ്യുകയാണെങ്കിൽ, അതായത് വേറൊരാളുടെ പാസ്വേഡ് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതുപോലെ നമ്മൾ ചീറ്റ് ചെയ്യാണ്, ഒരു കമ്പ്യൂട്ടറോ സെൽഫോണോ വെച്ചിട്ട് നമ്മൾ അതിന് വേണ്ടി എന്തെങ്കിലും ചീറ്റിംഗ് നടത്തുവാണെങ്കിൽ അത് 66Dയിൽ വരുന്നതാണ്. ഓക്കെ. ദ നെക്സ്റ്റ് വൺ S66E ഉണ്ട്. ക്യാപ്ചറിങ്, ട്രാൻസ്മിറ്റിംഗ് ഓർ പബ്ലിഷിംഗ് ദ ഇമേജ് ഓഫ് എ പ്രൈവറ്റ് area of any person without consent is punishable with imprisonment up to 3 years and with fine up to lakh or with both. നമ്മൾ ക്യാപ്ചർ ചെയ്യണം, ഒരാളുടെ ഫോട്ടോ എടുക്കുന്നു, നമ്മൾ പ്രൈവറ്റായിട്ട് ഒരാളുടെ ഫോട്ടോ എടുക്കുന്നു, അയാളുടെ കൺസേൺ ഇല്ലാതെ, അയാളുടെ അറിവില്ലാതെ നമ്മൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് 3 years അല്ലെങ്കിൽ ഫൈനോ അടയ്ക്കാൻ പറ്റുന്ന ഒരു പനിഷ്മെൻറ്റാണ്. ഇതാണ് S66E. ദെൻ S66F ഉണ്ട്. പനിഷ്മെൻറ്റ് ഫോർ സൈബർ ടെററിസം മേ എക്സ്റ്റെൻഡ് ടു ഇംപ്രിമെൻറ്റ്സ് ഫോർ ലൈഫ് മൊത്തം
ജയിലിൽ കിടക്കേണ്ട ഒരു ടെററിസം എന്ന് പറഞ്ഞ ടെററിസം നമുക്കറിയാം, തീവ്രവാദം എന്നൊക്കെ പറയാം. സൈബർ ടെററിസം നടത്തി കഴിഞ്ഞാൽ, അതായത് കമ്പ്യൂട്ടർ ത്രൂ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസ് ത്രൂ നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പനിഷ്മെൻറ്റാണ് S66F എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, പബ്ലിഷിംഗ് ട്രാൻസ്മിറ്റിംഗ് ഇൻഫർമേഷൻ വിച്ച് ഈസ് ഒബ്സെൻറ്റ് in electronic form shall be punished on first conviction with imprisonment of either description for a term which may extend to 3 years and with fine which may extend to 5 lakh rupees, and in the event of a second or subsequent with imprisonment of either description for a term which may extend to 5 years also with a fine extended to 10 rupees. അതായത് നമ്മൾ ഇൻഫർമേഷൻസ് ഇലക്ട്രോണിക് ഫോമിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരാളുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് പബ്ലിക്കായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഇൻഫർമേഷൻസ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 years ജയിലിൽ കിടക്കേണ്ടി വരും. അതുപോലെ തന്നെ നമ്മൾ 5 lakh rupees ഫൈൻ അടയ്ക്കേണ്ടതായിട്ട് വരും. ദാറ്റ് ഈസ് സെക്ഷൻ 67. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് S66(7)A ഉണ്ട്, ബിയും ഉണ്ട്. അതെന്താണെന്ന് പറയുന്നതെന്ന് വെച്ചാൽ, publication and transmission of containing sexually implicit act or conduct is to be punished with imprisonment by 5 years and 5 to 10 lakh rupees. അതായത് അത് പറയുന്നത് സെക്ഷലി നമ്മൾ എന്തെങ്കിലും അങ്ങനത്തെ ഡീറ്റെയിൽസ് അങ്ങനത്തെ കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും പബ്ലിക്കായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുവാണ്, സെൻഡ് ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ, സെക്ഷലി അബ്യൂസ്മെൻറ്റ് നടത്തുന്ന വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മൾ സെൻഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് സെക്ഷൻ 67A ആ ഒരു സൈബർ ക്രൈം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സെയിം പനിഷ്മെൻറ്റ് ഈസ് പ്രിസ്ക്രൈബ് ഫോർ ചൈൽഡ് പോണോഗ്രഫി. ചൈൽഡ് പോക്സോ കേസുകളൊക്കെ നമുക്കറിയാം. ചൈൽഡ് പോണോഗ്രഫി എന്ന് പറയുന്ന ആ ഒരു വരുന്നത് 67B. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്ന പെനാൽറ്റി ഫോർ മിസ്റെപ്രസെൻറ്റേഷൻ. ഹോർ മേക്സ് എനി മിസ്റെപ്രസെൻറ്റേഷൻ ടു ഓർ സപ്രസ് എനി മെറ്റീരിയൽ ഫാക്ട് ഫോം the controller or the certifying authority for obtaining any license or digital signature certificate, as the case may be, shall be punishment with the prison over a term which may extend 2 years or fine 1 lakh rupees. അതാണ് S71. അതായത് മിസ്റെപ്രസെൻറ്റേഷൻ മീൻസ് നമ്മൾ ആരുടെയെങ്കിലും ഡിജിറ്റൽ സിഗ്നേച്ചറോ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റോ ഒക്കെ മേക്ക് ചെയ്യുകയാണെങ്കിൽ അതാണ് പെനാൽറ്റി ഫോർ റെപ്രസെൻറ്റേഷൻ എന്ന് പറയാം. ദ നെക്സ്റ്റ് വൺ, പെനാലിറ്റി ഫോർ ബ്രീച്ച് കോൺഫിഡൻഷ്യാലിറ്റി. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. അതുപോലെ പ്രൈവസി. എനി പേഴ്സൺ ഹു ഹാസ് സെക്യൂർ ആക്സസ് ടു എനി ഇലക്ട്രോണിക് റെക്കോർഡ്, ബുക്ക്, രജിസ്റ്റർ, കറസ്പോണ്ടൻസ്, information, document or other material without the consent of the person concerned discloses such electronic record, book, register, correspondence, ഇൻഫർമേഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വേറൊരാളുടെ കോൺഫിഡൻഷ്യാലിറ്റി അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, ബുക്ക്, രജിസ്റ്റർ, കറസ്പോണ്ടൻസ്, ഇൻഫർമേഷൻസ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, അതിനെ നമ്മൾ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ പോലും നമുക്ക് പെനാൽറ്റി പേ ചെയ്യേണ്ടതായിട്ട് വരും. അത് 2 years ആവാം, അല്ലെങ്കിൽ 1 lakh rupees ആവാം. S72. Then 11th one, punishment for disclosure of information in breach of contract is imprisonment. അതായത് നമ്മളൊരു ഇൻഫർമേഷൻ, നമുക്ക് പറയാൻ പാടില്ലാത്തൊരു ഇൻഫർമേഷൻ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യുന്നു, അത് ഒരു പനിഷ്മെൻ്റാണ് S72A. Then punishment for publishing digital signature certificate falls in certain particulars. നമ്മളായിട്ട് നമ്മൾ എന്ത് പറയുന്നു, ഡിജിറ്റൽ സിഗ്നേച്ചറോ സർട്ടിഫിക്കറ്റോ മേക്ക് ചെയ്യുന്നു, അത് വേറൊരു പേഴ്സൻ്റെ അറിവില്ലാതെ അവരുടെ പേരോടുകൂടി നമ്മൾ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത് S73 ആണ്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് പബ്ലിക്കേഷൻ ഫോർ ഫ്രോഡുലൻറ്റ് പർപ്പസ്. ഹൂവർ നോയിങ്ലി ക്രിയേറ്റ്സ്, പബ്ലിഷർ ഓർ അതർവൈസ് മേക്സ് അവൈലബിൾ എ ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് ഫോർ എനി ഫ്രോഡുലൻറ്റ് ഓർ അൺലോഫുൾ പർപ്പസ് ഷാൽ ബി പനിഷ്ഡ് വിത്ത് ഇംപ്രിസൺമെൻറ്റ്. എത്രയാണ്? 2 years ഫൈനും നമ്മൾ അടയ്ക്കേണ്ടി വരും. എത്ര? 1 lakh rupees. അതായത് ഫ്രോഡുലൻറ്റ് പർപ്പസിന്, അതായത് അയാളെ ചീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അയാളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് പബ്ലിഷ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ, ഒരു പേഴ്സൻ്റെ പബ്ലിക് ഡീറ്റെയിൽസ് പേഴ്സണലി നമ്മൾ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അത് S74. ഇനി നമുക്ക് അഡീഷണലി കുറച്ച് കാര്യങ്ങളുണ്ട്. S76, S75 കൂടെ ഉണ്ട്. ഇൻ അഡീഷൻ ടു പ്രിസ്ക്രൈബ്ഡ് പനിഷ്മെൻറ്റ്, എനി കമ്പ്യൂട്ടർ സിസ്റ്റം, ഫ്ലോപ്പി, കോമ്പാക്ട് ഡിസ്ക്, ടേക്ക് ഡ്രൈവ് ഓർ എനി അതർ ആക്സസറി റിലേറ്റഡ് ടു ദ ക്രൈം ഷാൽ ബി ലയബിൾ ടു കോൺഫിസാക്ഷൻ. എന്ന് പറഞ്ഞാൽ ഇത് കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് മാത്രമല്ല, ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള CD, ടേപ്പ് ഡ്രൈവേഴ്സ്, ഫ്ലോപ്പി ഡിസ്ക്, എന്തെങ്കിലും ഇലക്ട്രോണിക് റിലേറ്റഡ് ആക്സസറീസ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു S76 ഇൻക്ലൂഡ് ചെയ്യുക. ദെൻ ലാസ്റ്റ് എന്ന് പറയുന്നത് സെക്ഷൻ 75 ഓഫ് ദ ആക്ട് make it clear that the provision of this act are applicable to any offence or contravention committed outside India by any person irrespective of his nationality if the act or conduct constituting the offence or contravention involves a computer system or computer network located in India. അതായത് 75 എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഇന്ത്യക്ക് പുറത്ത് എന്തെങ്കിലും പേഴ്സണലായിട്ടുള്ള
ഇത് വെച്ചിട്ട് ഇറസ്പെക്റ്റീവായിട്ട് നമ്മുടെ നേഷന് എതിരെ, അതായത് നമ്മളുടെ ഇന്ത്യ എന്ന് പറയുന്ന കൺട്രിയാണ് നമ്മളുടെ, അപ്പോൾ ആ ഒരു കൺട്രിക്ക് എതിരെ നമ്മൾ എന്തെങ്കിലും ഇല്ലീഗലായിട്ടുള്ള ആക്ഷൻ ചെയ്യുവാണെങ്കിൽ അതാണ് സെക്ഷൻ 75 പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു മൊഡ്യൂളിൽ വരുന്നത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഇൻഫർമേഷൻ ടെക്നോളജി ആക്റ്റും അതുപോലെ തന്നെ സെക്യൂരിറ്റി ത്രെഡ്സും സെക്യൂരിറ്റി മെഷർമെൻറ്റ്സും. സെക്യൂരിറ്റി ത്രെഡ്സ് നമ്മൾ കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെക്യൂരിറ്റി ത്രെഡ് പറഞ്ഞു, അതുപോലെ തന്നെ സെക്യൂരിറ്റി മെഷർമെൻറ്റ്സ് ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിതിൽ ഒരു കുഞ്ഞു മൊഡ്യൂളായിരുന്നു. അപ്പോൾ ഇതിലെല്ലാ കാര്യങ്ങളും വൃത്തിയായിട്ട് പഠിക്കുക. എസ് ക്വസ്റ്റ്യൻസ് അല്ലാതെ തന്നെ 2 ക്വസ്റ്റ്യൻസൊക്കെ ഷുവറായിട്ട് വരുന്ന ഒരു മൊഡ്യൂളാണ്. നിങ്ങൾക്ക് അറിയാവുന്ന കുറേ കാര്യങ്ങളാണ്, നമ്മളത് ശരിക്കും പഠിക്കുക. ഓക്കെ, ദെൻ നമ്മളുടെ CAB ക്ലാസ് വൈൻഡപ്പ് ചെയ്യുവാണ്. 5th മൊഡ്യൂൾസും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു സ്റ്റുഡൻസ്.